പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് 70.01% പോളിംഗ്. 2021 സമാനമായി പോളിംഗ് ശതമാനം 75 കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വരുന്ന വിവരങ്ങൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും പോളിംഗ് വൈകാൻ ഇടയാക്കി. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇടയ്ക്ക് കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് എത്തുമോ എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന മണിക്കൂറുകളിൽ വലിയ രീതിയിൽ പോളിംഗ് അവിടെ സാധ്യമായി. പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷവും നീണ്ട ക്യൂ ആയിരുന്നു. അതൊരു പക്ഷേ കുറച്ചുകൂടി പോളിംഗ് ശതമാനം ഉയർത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ പോളിംഗ് പൂർണ്ണമായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? 184 ബൂത്തുകളിലെയും പോളിംഗ് അവസാനിച്ച ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നു. 184 പോളിംഗ് ബൂത്തുകളിലെയും പോളിംഗ് അവസാനിച്ചു. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം 70.51 അതായത് 75.44 എന്ന 2021 പോളിംഗ് ശതമാനത്തിന് അടുത്തേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. കാരണം പോസ്റ്റൽ ബാലറ്റ് അടക്കം ഇനി ഇതിന്റെ കണക്കുകളിലേക്ക് വരാനുണ്ട്. മാത്രമല്ല ഇനിയും ഒരു അപ്ഡേഷൻ സാധാരണഗതിയിൽ ഈ അവസാന മണിക്കൂറുകളിലെ കണക്കിന് ശേഷം ഒരു അപ്ഡേഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 75 അടുത്ത് തന്നെ എത്താം. തീരെ മോശമല്ലാത്ത പോളിംഗ് ഇതിനെ കണക്കാക്കണം. പ്രത്യേകിച്ച് രാവിലത്തെ ഒരു പോളിംഗിലെ മന്ദഗതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഓരോ മണിക്കൂർ ഇടപെട്ടുള്ള പോളിംഗിൽ വളരെ വ്യക്തമായി തന്നെ പോളിംഗ് ശതമാനത്തിലെ ആ ഒരു കുതിച്ചുകയറ്റം നമുക്ക് വ്യക്തമാകും. 7 മണിക്ക് ആരംഭിച്ച് 8 മണിയാകുമ്പോൾ 6.87% പോളിംഗ്. 9 മണിയാകുമ്പോൾ ഇരട്ടിയോളമായി 13.68 എത്തി. 10 മണിയാകുമ്പോൾ 20.58, 11 ആകുമ്പോൾ അത് 7% കൂടി 27.18 എത്തുന്നു. 12 മണിയാകുമ്പോൾ അത് 34, 1 മണിയാകുമ്പോൾ 41. പിന്നീട് അങ്ങോട്ട് കൃത്യമായ ഒരു കയറ്റം ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്നു. 1 മണിക്ക് 41.59, 2 മണിയാകുമ്പോൾ 48 ആയത്, 3 മണിക്ക് 54, 4 മണിക്ക് 60, 5 മണിക്ക് 66, 6 മണി അവസാനിക്കും. 6 മണിക്കാണ് 70.5 എന്ന പോളിംഗ് ശതമാനം വന്നത്. ഏറ്റവും ഒടുവിൽ പിആർഡി ലഭ്യമാക്കുന്ന കണക്കനുസരിച്ച് 70.51, അതായത് തീരെ മോശം പോളിംഗ് എന്ന് പറയാൻ കഴിയില്ല. 1-2% ചുരുങ്ങിയ 2% പോളിംഗ് വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ 72-നും 73-നും ഇടയിൽ ഒരുപക്ഷെ പോളിംഗ് ശതമാനം എത്തിയേക്കാം. 75.44 എന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലേക്ക് അപ്പോഴും എത്താനിട്ടില്ലെങ്കിലും അത് തീരെ കുറവുള്ള ഒരു പോളിംഗ് ശതമാനമായി കാണാൻ കഴിയില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്. പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. മാത്രമല്ല ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെയോ അല്ലെങ്കിൽ അത്തരത്തിലെങ്കിലും ഭരണ മാറ്റത്തെയോ ഒന്നും ബാധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയധികം ആവേശത്തോടുകൂടി ജനങ്ങൾ ഈ 3 മുന്നണികളും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് പ്രചരണം നടത്തിയത്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാടിളക്കിയുള്ള പ്രചരണമുണ്ടായിരുന്നു. എങ്കിലും വോട്ടർമാർ ആ രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. എങ്കിലും മോശമല്ലാത്തൊരു പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. 72 മുതൽ 73% വരെ പോളിംഗ് അന്തിമ കണക്കുകളിൽ എത്തിയേക്കാം. രാവിലെ മുതൽ ബൂത്തുകളിൽ വലിയ അപ്പോഴും ഈ പാലക്കാട് പോലെ ഒരു മണ്ഡലമാണ്, നമുക്കറിയാം. തീർത്തും ത്രികോണം തന്നെയാണ് അവിടുത്തെ സാഹചര്യം. അത് ഉപതെരഞ്ഞെടുപ്പായപ്പോൾ അതിന്റെ വീറും വാശിയും ഒക്കെ കൂടിയ സാഹചര്യമുണ്ട്. ഈ പോളിംഗ് കുറയുന്നത് മുന്നണികളെ ആശങ്കയിലാക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ടോ? അവരുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു മുന്നണിയും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 പേരും തങ്ങളുടെ വോട്ടുകൾ ബൂത്തുകളിൽ എത്തിച്ചു, പെട്ടിയിലാക്കിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ്. അത് UDF-നും BJP-ക്കും ഇടതു മുന്നണിക്കും ഒരുപോലെ ആ ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. ഈ 6 മണി വോട്ടെടുപ്പ് അവസാനിക്കാനുള്ള നിശ്ചിത സമയം അവസാനിച്ചപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു. വിശാലാക്ഷി സമേത വിശ്വനാഥൻ കൃഷ്ണകുമാറാണ് ഇനി പാലക്കാടിന്റെ. കൃഷ്ണകുമാർ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. 3ാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെടുമെന്നൊരു പ്രതികരണമാണ് ആദ്യം പുറത്തു വന്നത്. അത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റേതായിരുന്നു. കെ ശ്രീകണ്ഠൻ MP, കോൺഗ്രസ് നേതാവ്, വലിയ വിജയം UDF-ന് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം CPM ജില്ലാ സെക്രട്ടറി BJP-യുടെ കോൺഗ്രസിന്റെ ഒത്തുകളി മറികടന്ന ഇടതു മുന്നണി ജയിക്കും, BJP തന്നെ അക്കാര്യം സമ്മതിച്ചിരിക്കുന്നു, ഈ ഇടതുമുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന കാര്യം. രണ്ടാമത് UDF വരുമെന്നും പറഞ്ഞു. അങ്ങനെ 3 മുന്നണികളും തങ്ങളുടെ വിജയപ്രതീക്ഷ ഇപ്പോഴും കൈവിടുന്നില്ല. അവസാനവട്ട കണക്കുകൂട്ടൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ ബൂത്തുകളിലാണ് ഈ കൃത്യമായ പോളിംഗ് ശതമാനം വർദ്ധിച്ചതെന്ന കാര്യമൊക്കെ അറിയാം. അല്ലെങ്കിൽ എവിടെയാണ്
ഇത് കുറഞ്ഞതെന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു, വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം അത് സ്വാഭാവികമായും മുന്നണികളിലെ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് കടക്കും. ഏതായാലും ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മൂന്ന് മുന്നണികൾ. നമുക്ക് സാധാരണ അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് മുന്നണികൾ നിലപാടെടുക്കാറ്. ഇനിയാണ് അവരുടെ കൃത്യമായ ബൂത്തുകളിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഈ സർവീസ് വോട്ടേഴ്സ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ദിവസം രാവിലെ 7:59 വരെ സ്വീകരിക്കും. അതുകൊണ്ട് അതുകൂടി കൂട്ടിയ ശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ ഈ പോളിംഗ് ശതമാനം അറിയാനാവുക. ഏതായാലും 72-73% വരെ പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ മുന്നണികളുടെ അവകാശവാദം വളരെ വലുതാണ്. ഇപ്പോഴും ഒരു തരത്തിലുള്ള സംശയവും അവർക്കില്ല. ഇവിടെ വിജയിക്കുമെന്ന് മൂന്ന് മുന്നണികൾ ഒരുപോലെ അവകാശപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അവകാശപ്പെടുന്നു. ഇടതുമുന്നണിയാകട്ടെ ആദ്യമൊക്കെ വലിയ പിന്നിലായിരുന്നു. പക്ഷേ സരിന്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് അപ്രതീക്ഷിതമായ ഒരു ഊർജ്ജം നൽകുകയായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചു. വലിയ രീതിയിൽ സംഘടനാ സംവിധാനം വർക്ക് ചെയ്തു. UDF ആകട്ടെ വടകരയിലൊക്കെ ചെയ്തതുപോലെ മുഴുവൻ സംവിധാനങ്ങളും ഇറക്കിയുള്ള ഒരു പ്രചരണ രീതിയാണ് UDF ഇവിടെ സ്വീകരിച്ചത്. പ്രതിപക്ഷ അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്തു. UDFയുടെ പ്രധാന നേതാക്കളൊക്കെ ഇവിടെ വന്നുപോയി. BJP അത്തരത്തിൽ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ക്യാമ്പ് ചെയ്ത് ഇവിടെ പ്രചരണം നയിക്കുകയായിരുന്നു. അവർക്ക് പാലക്കാട് പോലെ ഏറ്റവും വിജയസാധ്യത മണ്ഡലം മറ്റൊന്നുമില്ലെന്ന് അവർ ഇപ്പോൾ കരുതുന്നു. കാരണം പാലക്കാട് കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് വന്നതാണ്. നഗരസഭ ഭരിക്കുന്നു BJP. നഗരസഭയിൽ വലിയ ആധിപത്യം BJPക്കുണ്ട്. ചില പ്രശ്നങ്ങൾ BJP ഉണ്ടായതിന് അതെല്ലാം പരിഹരിക്കാനായി ഒടുവിൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം പോലും BJP വലിയ ആയുധമാക്കി മാറ്റിയിരുന്നു. അത് BJPയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഉപകരിച്ചു എന്ന വിലയിരുത്തലാണ് BJP നേതൃത്വം നടത്തുന്നത്. CPMഉം ഈ സന്ദീപ് വാര്യരുടെ BJP കോൺഗ്രസ് പ്രവേശത്തെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് പരമാവധി പ്രചരിപ്പിക്കാൻ CPM ശ്രമിച്ചു. പരസ്യ വിവാദമൊക്കെ ആ രീതിയിൽ വന്നതാണ്. UDF ആകട്ടെ തങ്ങളുടെ കോട്ട ഷാഫി പറമ്പിന്റെ പിൻഗാമിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വരുവാൻ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ അവർ ഉറപ്പാക്കുന്നു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പാലക്കാടും ആഞ്ഞടിക്കുമെന്ന് അവർ കരുതുന്നു. ആ ഘടകങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചാണ് പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ 5 അക്ക ഭൂരിപക്ഷം ജയിക്കുമെന്ന ആത്മവിശ്വാസം ഈ അവസാന മണിക്കൂറുകളിലും UDF നേതൃത്വം അങ്ങനെ കരുതുന്നത്. മറ്റു 2 മുന്നണികൾക്കും സമാനമായ വിജയപ്രതീക്ഷ തന്നെ പാലക്കാടുണ്ട്. BJP ആകട്ടെ പാലക്കാട് നഗരപരിധിയിൽ വലിയ മുന്നേറ്റം നടത്താനായി എന്ന ആത്മവിശ്വാസമാണ് അവർക്ക്. ഇവിടെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡ് ഇവിടെ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം വരുമ്പോൾ പോളിംഗ് ശതമാനത്തിലാണ് ഇനി അങ്ങോട്ട് 23-ന് റിസൾട്ട് അറിയാം. അതുവരെയുള്ള കൂട്ടലും കിഴിക്കലും ഒക്കെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെടുത്തിയാകുമല്ലോ. ഒരുപക്ഷെ കുറച്ചുകൂടി ഭേദപ്പെടും എന്ന് വരുന്നു. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം എത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ? ഒരുപക്ഷെ 2-3% കൂടി കൂടിയാൽ അതിന് മാത്രം വോട്ടിംഗ് ഈ 6 മണിക്ക് ശേഷമുള്ള സമയങ്ങളിലൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ? അത്രയും പ്രതീക്ഷിക്കാനുള്ളൊരു വോട്ടിംഗ് നടന്നിട്ടുണ്ടോ? 1-2% കൂടാനുള്ള വോട്ടിംഗ് 6 മണിക്ക് ശേഷം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റും കൂടി ആകുമ്പോൾ ഒരുപക്ഷെ അത്രയൊക്കെ എത്തിയേക്കാം. പക്ഷേ അതിന് കാര്യമുള്ളത് ഈ സമയം ദൈർഘ്യം ഒരു പോളിംഗുമായി കണക്ട് ചെയ്യാൻ പൂർണ്ണമായും കഴിയില്ല. കാരണം വളരെ മന്ദഗതിയിലാണ് പലയിടത്തും വോട്ടെടുപ്പ് നടന്നത്. അതാണ് പലയിടത്തും ഇത് വൈകാൻ കാരണം. ബാലറ്റിന്റെ തകരാറ്, ക്ഷമിക്കണം, ഈ EVM മെഷീന്റെ തകരാറും VVPAറ്റിന്റെ തകരാറും അതുപോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഒരു മെല്ലപ്പോക്കും ഒക്കെ പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയധികം സമയം നീണ്ടുപോയത്. എങ്കിലും തീരെ മോശമല്ലാത്ത 70 മുതൽ 73% നിൽക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിൽ താഴാനുള്ള സാധ്യത ഈ കാര്യത്തിൽ പറയാൻ കഴിയില്ല. 77.57% ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. ഇതിൽ അരുൺ, നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഉള്ള പോളിംഗിനെ അനലൈസ് ചെയ്യുമ്പോൾ അത് നഗരസഭ തിരിച്ച് മറ്റ് പഞ്ചായത്തുകൾ തിരിച്ചുള്ള ശതമാനം കൂടി നോക്കിപ്പോയാൽ മാത്രമേ അതിന്റെ ഒരു കൃത്യമായ കണക്ക് ലഭിക്കൂ. ഏറ്റവും ഒടുവിൽ വരുന്ന പോളിംഗ് ശതമാനം അനുസരിച്ച് അത് തിരിച്ചുള്ള പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്ക് നമുക്ക് ലഭ്യമാണോ? ഈ കണ്ണാടി ഉൾപ്പെടെയുള്ള CPMന് വേരോട്ടമുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ പോളിംഗ് നടന്നു എന്ന സൂചനകളുണ്ട്. അതേസമയം പിരായിരിയിലൊക്കെ ലീഗ് ശക്തി കേന്ദ്രം കോൺഗ്രസിനെ ഏറ്റവും തുണയ്ക്കുന്ന ഇടങ്ങളിൽ പോളിംഗ് അല്പം കുറവാണ്. അതാണ് ഈ ആകെയുള്ള പോളിംഗിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന തരത്തിലും സൂചനകളുണ്ട്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അത്തരമൊരു കണക്ക് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഈ പഞ്ചായത്ത് സാധാരണഗതിയിൽ ഈ നമുക്ക് ചേലക്കരയും വയനാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും പഞ്ചായത്ത് തിരിച്ചുള്ള വയനാട്ടിൽ അത് നിയമസഭാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. പക്ഷേ ഈ ചേലക്കരയൊക്കെ കൃത്യമായി പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കണക്ക്
പുറത്തു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ജില്ലാ പിആർഡിയുടെ ഭാഗത്തും. പക്ഷേ ഇതുവരെയും അത്തരമൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയിട്ടില്ല. സാങ്കേതികമായി എന്ത് തടസ്സമാണുള്ളതെന്ന് വ്യക്തമല്ല. കാരണം 3 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി നഗരസഭയും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. വളരെ അനായാസം കണക്ക് ലഭ്യമാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരമൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് പുറത്തു വന്നിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൃത്യമായ ഒരു ആർക്കൊക്കെ ഒരു മേൽക്കൈ ഉണ്ടാകാം, ആർക്കൊക്കെ സ്വാധീനമുള്ള മേഖലകളിലാണ് ഈ ഒരു വോട്ടിംഗ് ശതമാനം ഉയർന്നതും ഏതൊക്കെ ബൂത്തുകളിലാണ് വോട്ടിംഗ് ശതമാനം ഉയർന്നതും എന്നൊക്കെ കണക്കുകൾ നമുക്ക് ആ രീതി ലഭ്യമാക്കാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ കണ്ണാടിയിൽ രാവിലെ മുതൽ നല്ല പോളിംഗ് ആയിരുന്നു. പിരായിരിയിൽ UDF സ്വാധീനമുള്ള മേഖലയിൽ വലിയ പോളിംഗ് ഉണ്ടായിരുന്നു. പാലക്കാട് നഗരമേഖലയിൽ കൽപ്പാത്തി പോലുള്ള BJP ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ പലയിടത്തും ആ ഒരു പ്രദേശത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള പ്രത്യേകത അനുസരിച്ചുള്ള പോളിംഗ് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ചില ബൂത്തുകളിൽ പോളിംഗ് ഉണ്ടാവുകയും ചിലയിടത്ത് കുറയും ഒക്കെ ചെയ്തു. എന്താണ് അതിന്റെ ഒരു അങ്ങനെ പോളിംഗ് ദിവസവും പിടിതരാതിരിക്കുകയാണ് പാലക്കാട്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ ഇനി വോട്ടിംഗിൽ പ്രതിഫലിച്ചിട്ടുള്ളതെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ശ്രീജിത്ത് കൂടി ചേരുകയാണ്.